ഹലോ, എല്ലാവരും സാധാരണ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ നമ്മൾ കുറേ പേര് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഫിഷർ, ഹെമറോയിഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് വരാം. അത് തടയാൻ കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞേട്ടെ. കുറച്ച് ഫുഡ് കോൺസ്റ്റിപ്പേഷൻ നമ്മൾ ഫുഡിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദിവസേന 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. വെള്ളം നന്നായി കുടിക്കുക. വെള്ളം കുടിക്കാതിരുന്നാൽ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെയോ ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക. ഓട്സ്, ബനാന, അതായത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെ കഴിക്കുക. ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ കോൺസ്റ്റിപ്പേഷൻ തടയാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. കൂടെ നിങ്ങൾക്ക് വേറെ എന്തിനെക്കുറിച്ചെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ അതായിട്ട് വരുന്നതായിരിക്കും. 2 കാര്യം ഞാൻ ഇതിൽ പറയാതെ വിട്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് നന്നായി കഴിക്കണം. പിന്നെയോ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. വെജിറ്റബിൾസ് നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടും കൂടെ കോൺസ്റ്റിപ്പേഷൻ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകരിക്കും.